Welcome to BSc Physics Main, Semester 6, Paper 4, Digital Electronics and Computer Science. We are seeing C++ programming, and today the topic is storage classes in C++. Storage classes in C++ can be asked as a question. Storage classes in C++. C++ storage classes. There are different storage classes in C++. They are local, global, static local, register and thread local. ഈ മൂന്ന് സ്റ്റോറേജ് ക്ലാസ്, ലോക്കൽ സ്റ്റോറേജ് ക്ലാസ്, ഗ്ലോബൽ, സ്റ്റാറ്റിക് ലോക്കൽ, രജിസ്റ്റർ and thread local. Every variable in C++ has two features, namely type and storage class. നമ്മൾ ഏത് വേരിയബിൾ, നമ്മൾ വേരിയബിളൊക്കെ പഠിച്ചതാണല്ലോ. ഐഡൻറ്റിഫയർ വേരിയബിൾ, ആ വേരിയബിളിന് രണ്ട് ഫീച്ചറുണ്ട്, രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ ഇൻറ്റ് ടൈപ്പ്, സ്റ്റാർ ടൈപ്പ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ടൈപ്പാണ്. രണ്ടാമത്തത് സ്റ്റോറേജ് ക്ലാസ്. ഇപ്പോൾ സ്റ്റോറേജ് ക്ലാസ് ഒരു വേരിയബിളിൻ്റെ ഒരു ഫീച്ചറാണ്. അത് 5 തരം സ്റ്റോറേജ് ക്ലാസ് ആണ് പറയുന്നത്: ലോക്കൽ, ഗ്ലോബൽ, സ്റ്റാറ്റിക് ലോക്കൽ, രജിസ്റ്റർ ആൻഡ് ത്രെഡ് ലോക്കൽ. ഇനി ഇതെന്ത് ആണ് സൂചിപ്പിക്കുന്നത്? ടൈപ്പ് നമ്മൾ നേരത്തെ പഠിച്ച ടൈപ്പ് സ്പെസിഫൈസ് ദ ടൈപ്പ് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ ഇൻറ്റ്, ഫ്ലോട്ട്, ചാർ എക്സെട്ര. അപ്പോൾ ഇൻറ്റ്, ഫ്ലോട്ട്, ചാറെല്ലാം ടൈപ്പുകളാണ്, ഡേറ്റ ടൈപ്പുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിൾ ടൈപ്പുകളാണ്. ആൻഡ് സ്റ്റോറേജ് ക്ലാസ് കൺട്രോൾസ് 2 ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ വേരിയബിൾ. രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് സ്റ്റോറേജ് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്. ലൈഫ് ടൈം, ഒന്നാമത്തെ ലൈഫ് ടൈമാണ്, ഡിറ്റർമിൻസ് ഹൗ ലോങ് എ വേരിയബിൾ ക്യാൻ എക്സിസ്റ്റ്. ആൻഡ് സ്കോപ്പ് ഡിറ്റർമിൻസ് വിത്തൗട്ട് വിച്ച് പാർട്ട് ഓഫ് ദി പ്രോഗ്രാം ക്യാൻ ആക്സസ് ഇറ്റ്. അപ്പോൾ ഈ സ്റ്റോറേജ് ക്ലാസ്സിൽ ഈ ലൈഫ് ടൈമും അതിൻ്റെ സ്കോപ്പുമാണ് പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. Depending upon the storage class of a variable, it can be divided into 4 major parts, major types. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ലോക്കൽ വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ സ്റ്റോറേജ് ക്ലാസ്, സ്റ്റാറ്റിക് ലോക്കൽ വേരിയബിൾ, രജിസ്റ്റർ വേരിയബിൾ, ത്രെഡ് ലോക്കൽ വേരിയബിൾ. ഇങ്ങനെ 5 ക്ലാസ് ആയിട്ടാണ് ഈ സ്റ്റോറേജ് ക്ലാസ്സിനെ നമ്മൾ ഭാഗിക്കുക. ഓരോന്ന് പറയുമ്പോൾ ഈ എസ്സേ പൂർണ്ണമാകും. ഓരോന്നും ഷോർട്ട് ആൻസറുമാണ്. ലോക്കൽ വേരിയബിൾ. വാട്ട് ഈസ് ലോക്കൽ വേരിയബിൾ? A variable defined inside a function body between braces is called local variable or automatic variables. അപ്പോൾ ഒരു 2 ബ്രേസിനകത്ത് മാത്രം നിൽക്കുന്നത്, വേറെ സ്ഥലത്ത് കാണത്തില്ല. 2 ബ്രേസിനകത്ത് മാത്രം നിൽക്കുന്നൊരു വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ വേരിയബിൾ. അത് പ്രോഗ്രാം ത്രൂ ഔട്ട് വരത്തില്ല. ഒരു പ്രോഗ്രാം കോഡിൻ്റെ, പ്രോഗ്രാം സെക്ഷൻ്റെ അകത്ത് മാത്രം വരുന്ന വേരിയബിളിനാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റോറേജ് ക്ലാസ്. ഈ സ്കോപ്പ് ഈസ് ഓൺലി ലിമിറ്റഡ് ടു ദ ഫംഗ്ഷൻ വെയർ ഇറ്റ് ഈസ് ഡിഫൈൻഡ്. ഇപ്പോൾ ഒരു ബ്രേസിനകത്താണ് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അതിനകത്ത് മാത്രമാണ്, ആ ഫംഗ്ഷന് മാത്രമാണ് ഈ ലോക്കൽ വേരിയബിളിൻ്റെ സ്കോപ്പ് ഇരിക്കുന്നത്. ഇൻ സിമ്പിൾ ടേംസ്, ലോക്കൽ വേരിയബിൾ എക്സിസ്റ്റ് and can be accessed only inside a function. ഫംഗ്ഷൻ അകത്ത് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, വേരിയബിളാണ് ലോക്കൽ വേരിയബിൾ. ദ ലൈഫ് ഓഫ് എ ലോക്കൽ വേരിയബിൾ എൻഡ്സ്, ഇറ്റ് ഈസ് ഡിസ്ട്രോയിഡ് വെൻ ദി ഫംഗ്ഷൻ എക്സിസ്റ്റ്. ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ ഈ വേരിയബിൾ ഇല്ലാതാകും, അതിന് പ്രാധാന്യം നഷ്ടപ്പെടും. അപ്പോൾ ലോക്കൽ വേരിയബിളിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് ഒരു പാർട്ട് പ്രോഗ്രാമിൽ കൊടുക്കുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് സെമിക്കോളൻ വോയിഡ് ടെസ്റ്റ് പാരന്തസിസ് സെമിക്കോളൻ ഇൻറ്റ് മെയിൻ പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ്. അപ്പോൾ ഇതിനകത്ത് വരും ലോക്കൽ വേരിയബിൾ. 2 ബാറിട്ട് ലോക്കൽ വേരിയബിൾ ടു മെയിൻ പാരന്തസിസ്. ലോക്കൽ വേരിയബിൾ ചേർക്കുന്ന കാര്യം പറയുകയാണ്. ഇൻറ്റ് വേരിയബിൾ ഈക്വൽ ടു 5 സെമിക്കോളൻ ടെസ്റ്റ് പാരന്തസിസ് സെമിക്കോളൻ. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്താൽ ഏതാണ് ലോക്കൽ വേരിയബിൾ, അതാണ് പറയുന്നത്. അതിന് ബാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്.
illegal variable 1 not declared inside. അപ്പോൾ നമ്മൾ പിന്നെ ഡിക്ലെയർ ചെയ്യാത്ത വേരിയബിൾ 1 = 9 സെമിക്കോളൻ ബ്രേസ് ക്ലോസ്ഡ് void test parenthesis opening brace local variable to test parenthesis int variable 1 equal to 6 semicolon. Illegal variable not declared inside semicolon cout less than variable semicolon closing brace. അപ്പോൾ ഇങ്ങനെ ഒരു ലോക്കൽ വേരിയബിൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയിരിക്കുകയാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദ വേരിയബിൾ VAR cannot be used inside ടെസ്റ്റ് പാരന്തസിസ്. ഇപ്പോൾ വേരിയബിൾ നമ്മൾ 2 വേരിയബിളാണ് കാണിച്ചിരിക്കുന്നത്, വേരിയബിൾ VAR എന്നും വേരിയബിൾ 1 എന്നും. അത് വേരിയബിൾ 1 cannot be used inside ടെസ്റ്റ് പാരന്തസിസ്. ടെസ്റ്റ് പാരന്തസിസ് ഫംഗ്ഷനകത്ത് വേരിയബിൾ എന്നുള്ള ആ പാർട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആൻഡ് വേരിയബിൾ 1 cannot be used inside മെയിൻ പാരന്തസിസ് ഫംഗ്ഷൻ. മെയിൻ പാരന്തസിസ് ഫംഗ്ഷനകത്ത് വേരിയബിൾ 1 ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മെയിൻ പാരന്തസിനകത്താണ് വേരിയബിൾ വരുന്നത്, VAR വരുന്നത്. ടെസ്റ്റിനകത്താണ് പിന്നെ VAR 1 വരുന്നത്. അതുകൊണ്ട് പറയും ദ വേരിയബിൾ VAR cannot be used inside ടെസ്റ്റ് parenthesis and variable 1 cannot be used inside main parenthesis function. Keyword auto was also used for defining local variables before as auto int variable. അപ്പോൾ ഓട്ടോ എന്നുള്ള ഒരു കീവേഡ് നമുക്ക് ഉപയോഗിക്കാം ഈ വേരിയബിൾ ചേർക്കാനായിട്ട്. ബട്ട് ആഫ്റ്റർ C++11 അതായത് C++11 ഒരു വെർഷനാണ്, ഈ സിയുടെ മറ്റൊരു വെർഷൻ. ബട്ട് ആഫ്റ്റർ C++11 ഓട്ടോ ഹാസ് എ ഡിഫറൻറ്റ് മീനിങ് ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ഡിഫൈൻ ലോക്കൽ വേരിയബിൾ. അപ്പോൾ ഈ C++11 ഓട്ടോയ്ക്ക് മറ്റൊരു മീനിങ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോക്കൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഈ ഓട്ടോ ഉപയോഗിക്കാറില്ല. ഇനി അടുത്ത് നമ്മൾ പറയുന്നതാണ് ഗ്ലോബൽ വേരിയബിൾ. ഇഫ് എ വേരിയബിൾ ഈസ് ഡിഫൈൻഡ് ഔട്ട്സൈഡ് ഓൾ ഫങ്ഷൻസ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ ഗ്ലോബൽ വേരിയബിൾ. അപ്പോൾ എല്ലാ ഫംഗ്ഷനും പുറത്ത് നമ്മൾ ആദ്യമേ തന്നെ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയും. അപ്പോൾ ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ ഒരു 2 ബ്രേസിനുള്ളിൽ ഫംഗ്ഷൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ പുറത്ത് ഈ പ്രോഗ്രാം ബിഗിനിങ്ങിൽ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്താൽ അതിന് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയും. If a variable is defined outside all functions, then it is called a global variable. അപ്പോൾ inside a function local variable, outside a function global variable. The scope of a global variable is the whole program. This means it can be used and changed at any part of the program after its declaration. അപ്പോൾ പ്രോഗ്രാം ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് ഉപേക്ഷിക്കാം. The scope of a global variable is the whole program. This means it can be used and changed at any part of the program after the declaration. Likewise, his life ends only when the program ends. അതായത് ഗ്ലോബൽ വേരിയബിളിൻ്റെ പ്രാധാന്യം തീരുന്നത് പിന്നെ ഈ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോഴാണ്. ത്രൂ ഔട്ട് ദി പ്രോഗ്രാം ഉള്ള ഒരു വേരിയബിളാണ് ഗ്ലോബൽ വേരിയബിൾ. ഇനി ഗ്ലോബൽ വേരിയബിളിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന ഒരു പ്രോഗ്രാം ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് void test parenthesis main int main parenthesis opening brace ++C സെമിക്കോളൻ. പിന്നെന്താണ് ചെയ്യുന്ന ഔട്ട്പുട്ട്സ്
outputs 1 3, C out less than, C less than, NDL colon test parenthesis return 0 closing brace, return 0 parenthesis semicolon brace, O test parenthesis opening brace plus C semicolon output 14, C out less than C semicolon closing brace. അപ്പോൾ നമ്മൾ 13 കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് 14 കിട്ടും. C++ അല്ലെങ്കിൽ ++C ഔട്ട്പുട്ട്. ഇൻ ദി എബോവ് പ്രോഗ്രാം C ഈസ് എ ഗ്ലോബൽ വേരിയബിൾ. അപ്പോൾ ആ പ്രോഗ്രാമിൽ C എന്നൊരു ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലോബൽ വേരിയബിളാണ്. ഏതാണ് C? ++C ആ C ആണ് ഇവിടെ കേട്ടോ. C ഔട്ട് ലെസ് ദാൻ C C ആണ് ഗ്ലോബൽ വേരിയബിൾ. In the above program, C is a global variable. The variable is visible to both the functions, main parenthesis and test parenthesis, in the above program. അപ്പോൾ മുകളിലത്തെ പ്രോഗ്രാമിൽ ഈ മെയിൻ പാരന്തസിസിനും ടെസ്റ്റ് പാരന്തസിനും ആ രണ്ട് ഫംഗ്ഷനും ഈ C എന്നുള്ള വേരിയബിൾ കോമൺ ആണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ലോക്കൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷന് മാത്രമേ അത് ബാധകമാകുകയുള്ളൂ. ഇനി മൂന്നാമത്തെ സ്റ്റോറേജ് ക്ലാസ്സാണ് സ്റ്റാറ്റിക് ലോക്കൽ വേരിയബിൾ. കീവേഡ് സ്റ്റാറ്റിക് ഈസ് യൂസ്ഡ് ഫോർ സ്പെസിഫൈങ് എ സ്റ്റാറ്റിക് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, അപ്പോൾ സ്റ്റാറ്റിക് വേരിയബിളിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം ഇൻറ്റു മെയിൻ പാരന്തസിസ് ബ്രേസ് സ്റ്റാറ്റിക് ഫ്ലോട്ട് എ സെമിക്കോളൻ എക്സെട്ര ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ രീതി. A static local variable exists only inside a function where it is declared, similar to a local variable, but its lifetime starts when the function is called and ends only when the program ends. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ആരംഭിക്കും, എന്നിട്ട് പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ അവസാനിക്കുള്ളൂ. നേരെ പറ്റി ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷനകത്ത് മാത്രം, ഫംഗ്ഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ വേരിയബിൾ പ്രാധാന്യം പോകും. ഇതാകുമ്പോൾ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോഴേ ഈ വേരിയബിളിൻ്റെ പ്രാധാന്യം ഇല്ലാതാകുകയുള്ളൂ. A static local variable exists only inside a function where it is declared, similar to a local variable, but the difference is but its lifetime starts when the function is called and ends only when the function ends. Program ends, not a function. Program ends. The main difference between local variables and static variables is that the value of static variable persists the end of the program. അപ്പോൾ സ്റ്റാറ്റിക് ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ ആ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നവരെ കാണാം, ഫംഗ്ഷന് പുറത്തേക്ക് വന്നാലും കാണും. പക്ഷെ ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ ഫംഗ്ഷന് പുറത്തേക്ക് വന്നാൽ പിന്നെ കാണില്ല. എക്സാമ്പിൾ ഫോർ സ്റ്റാറ്റിക് ലോക്കൽ വേരിയബിൾ ഹാഷ് ഇൻക്ലൂഡ് IOStream using namespace standard semicolon void test parenthesis opening brace വേരിയബിൾ VAR ഈസ് എ സ്റ്റാറ്റിക് വേരിയബിൾ. VAR എന്നുള്ള വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുകയാണ്. സ്റ്റാറ്റിക് ഇൻറ്റ് VAR ഈക്വൽ ടു 0 സെമിക്കോളൻ പ്ലസ് VAR സെമിക്കോളൻ. ഇപ്പോൾ VAR ആണ് നമ്മുടെ ലോക്കൽ സ്റ്റാറ്റിക് വേരിയബിൾ. സി ഔട്ട് ഇൻസേർഷൻ ഓപ്പറേറ്ററാണ്. ലെസ് ദാൻ VAR ലെസ് ദാൻ എൻഡൽ സെമിക്കോളൻ closing brace into main parenthesis opening brace test parenthesis semicolon test parenthesis semicolon return 0 semicolon closing brace.
ഔട്ട്പുട്ട് നമുക്ക് 1 2 എന്ന് കിട്ടും. ഇൻ ദ എബവ് പ്രോഗ്രാം ടെസ്റ്റ് പാരന്തസിസ് ഫംഗ്ഷൻ ഈസ് ഇൻവോക്ഡ് 2 times. 2 പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് പാരന്തസിസ് ഫംഗ്ഷനെ വിളിച്ചിരിക്കുകയാണ്. During the first call, variable var is declared as static variable and initialized to 0. Then 1 is added to var, which is displayed in the screen. When the function test2 returns, variable var still exists because it is a static variable. During second function call, no new variable var is created. The same var is increased by 1 and then displayed to the screen. അപ്പോൾ ആദ്യം 1 പിന്നെ 1 കൂട്ടി 2 എന്ന് കാണിക്കും. Output of our program, if var was not specified as static variable, is 1 1. അപ്പോൾ 1 2 എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് വേരിയബിളായിട്ട് കാണിക്കണം. അടുത്തത് രജിസ്റ്റർ വേരിയബിൾ ഡിപ്രിക്കേറ്റഡ് ഇൻ C++11. അപ്പോൾ അടുത്ത വേരിയബിളിൻ്റെ പേരാണ്, ഇപ്പോൾ നമ്മൾ സ്റ്റോറേജ് ക്ലാസ് പറയാണല്ലോ, അപ്പോൾ അടുത്ത 4ാമത്താണ് രജിസ്റ്റർ വേരിയബിൾ. അത് ഡിപ്രിക്കേറ്റഡ് ഇൻ C++11 ആണ്. C++1 പാക്കേജിൽ സോഫ്റ്റ്വെയറിൽ ഇത് ഒഴിവാക്കിയിരിക്കുകയാണ്, എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ C++ന് പല പാക്കേജുണ്ട്. ഒരു പാക്കേജാണ് C++11. അതിനകത്ത് നമ്മൾ ഈ രജിസ്റ്റർ വേരിയബിൾ കാണില്ല, അത് ഒഴിവാക്കിയിരിക്കുകയാണ്. ബാക്കി സോഫ്റ്റ്വെയറിൽ ബാക്കി പാക്കേജിനൊക്കെ ഇത് കാണും. C++ന് പല വെർഷനുണ്ട്. അപ്പോൾ C++11 വെർഷനകത്ത് ഈ രജിസ്റ്റർ വേരിയബിൾ ഡിപ്രിക്കേറ്റഡ് ആണ്, അത് എക്സ്ക്ലൂഡഡ് ആണ്, ഒഴിവാക്കിയിരിക്കുക. കീവേഡ് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ സ്പെസിഫൈയിങ് രജിസ്റ്റർ വേരിയബിൾസ്. ഇപ്പോൾ രജിസ്റ്റർ വേരിയബിൾസിനെ, ഈ സ്റ്റോറേജ് ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ രജിസ്റ്റർ എന്നുള്ള കീവേഡാണ് ഉപയോഗിക്കുന്നത്. രജിസ്റ്റർ വേരിയബിൾസ് ആർ സിമിലർ ടു ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആൻഡ് എക്സിസ്റ്റ് ഇൻസൈഡ് എ പർട്ടിക്കുലർ ഫംഗ്ഷനുള്ളിൽ. ഇതും ഫംഗ്ഷനുള്ളിൽ മാത്രം നിൽക്കുന്നതാണ്, 2 ബ്രേസിനുള്ളിൽ മാത്രം നിൽക്കുന്നതാണ്. ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ബി ഫാസ്റ്റർ ദാൻ ദി ലോക്കൽ വേരിയബിൾസ്. അപ്പോൾ ലോക്കൽ വേരിയബിൾസിനേക്കാൾ ഫാസ്റ്ററാണ് രജിസ്റ്റർ വേരിയബിൾസ്. ഡിപ്രിക്കേറ്റഡ് മീൻസ് എക്സ്ക്ലൂഡഡ്. If a program encounters a register variable, it stores the variable in process register rather than memory. Memory if available. ഇപ്പോൾ മെമ്മറിയിൽ സൂക്ഷിക്കാതെ പ്രോസസ് രജിസ്റ്ററിൽ തന്നെയാണ് ഇത് സൂക്ഷിക്കുന്നത്, ഈ വേരിയബിൾ സൂക്ഷിക്കുന്നത്. ദിസ് മേക്സ് ഇറ്റ് ഫാസ്റ്റർ ദാൻ ദി ലോക്കൽ വേരിയബിൾസ്. അപ്പോൾ ഇത് രജിസ്റ്റർ വേരിയബിൾ ലോക്കൽ വേരിയബിളിനേക്കാൾ ഫാസ്റ്റാകാൻ കാരണം ഇതാണ്, മെമ്മറി സൂക്ഷിക്കാതെ രജിസ്റ്ററിൽ ഈ വേരിയബിൾ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. However, this keyword was deprecated in C++11 and should not be used. അപ്പോൾ ഈ ഒരു വെർഷനകത്ത്, C++11 വെർഷനകത്ത് ഈ രജിസ്റ്റർ എന്ന് പറയുന്ന കീവേഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. The last one, thread local storage, thread local variable. Storage class. Thread local storage is a mechanism by which variables are allocated such that there is one instance of the variable per extended thread. Thread local storage is a mechanism by which variables are allocated such that there is one instance of the variable per extend thread. Keyword
ത്രെഡ് ലോക്കൽ ഈസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ ത്രെഡ് ലോക്കൽ വേരിയബിൾ അത് മറ്റൊരു മെക്കാനിസമാണ്. അത് ഉപയോഗിച്ചിട്ട് വേരിയബിൾസ് ആർ അലോക്കേറ്റഡ് സച്ച് ദാറ്റ് ദർ ഈസ് വൺ ഇൻസ്റ്റൻസ് ഓഫ് ദി വേരിയബിൾ പെർ എക്സ്റ്റാൻഡ് ത്രെഡ്. അപ്പോൾ എക്സ്റ്റാൻഡ് ത്രെഡിൽ ഒരു വേരിയബിൾ ഉണ്ടാകണം, അതിനു വേണ്ടി കൊടുക്കുന്നതാണ്. കീവേഡ് ത്രെഡ് ലോക്കൽ ഈസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പം അത്രയേ ഉള്ളൂ. എക്സ്റ്റാൻഡ് ത്രെഡ് എന്നുള്ള കാര്യം ഓർത്താൽ മതി. അതിന് ചേർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ത്രെഡ് ലോക്കൽ വേരിയബിൾ ഈസ് എ മെക്കാനിസം ബൈ വിച്ച് വേരിയബിൾസ് ആർ അലോക്കേറ്റഡ് സച്ച് ദാറ്റ് ദർ ഈസ് വൺ ഇൻസ്റ്റൻസ് ഓഫ് ദി വേരിയബിൾ പെർ എക്സ്റ്റാൻഡ് ത്രെഡ്. അപ്പോൾ ത്രെഡിനകത്ത് ഒരു വേരിയബിളെങ്കിലും ഉണ്ടാകണം എന്ന് ഉറപ്പുവരുന്നതിന് വേണ്ടിയാണ് ഈ ത്രെഡ് ലോക്കൽ വേരിയബിൾ സ്റ്റോറേജ് നമ്മൾ കൊടുക്കുന്നത്. കീവേഡ് ത്രെഡ് ലോക്കൽ ഈസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് പഠിക്കുക. ആദ്യത്തത് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂട്ടുണ്ടാവും. ഇമ്പോർട്ടൻ്റ് എസ്സേക്ക് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഒരു എസ്സേ ടൈപ്പാണ് ആദ്യം. എക്സ്പ്ലെയിൻ വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ പ്രോഗ്രാംസ് in the various storage classes in C++. C++ലെ വേരിയസ് സ്റ്റോറേജ് ക്ലാസ്സസ് എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സാമ്പിൾ പ്രോഗ്രാമും പറ്റുന്ന സ്ഥലത്ത് കൊടുക്കുക. ഇനി അടുത്തതിലും ഷോർട്ട് ആൻസർ. വാട്ട് ആർ ലോക്കൽ വേരിയബിൾസ് ഇൻ C++? നമ്പർ 3, എക്സ്പ്ലെയിൻ ഗ്ലോബൽ വേരിയബിൾസ് ഇൻ C++. നമ്പർ 4, വാട്ട് ആർ സ്റ്റാറ്റിക് ലോക്കൽ വേരിയബിൾസ്? നമ്പർ 5, explain register variables in C++. Number 6, what is the difference between local variable and static local variable? രണ്ടും എഴുതിയാൽ മതി. Number 7, explain the meaning of deprecated variable. അപ്പോൾ C++11 ഉപയോഗിക്കാത്ത ആ വേരിയബിൾ. explain the meaning of ഡീപ്രിക്കേറ്റഡ് വേരിയബിൾ. അപ്പോൾ നമ്മൾ ഉള്ള ഒരു വേരിയബിൾ ഉണ്ട്, പക്ഷേ ഈ C++11 പാക്കേജിൽ ആ വെർഷനകത്ത് അത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഡീപ്രിക്കേറ്റഡ് വേരിയബിൾ, രജിസ്റ്റർ വേരിയബിളാണ് ഡീപ്രിക്കേറ്റഡ് വേരിയബിൾ എന്ന് പറയുന്നത്. That is all with your 40th lecture on C++. Thank you very much.